നമസ്കാരം. ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ പാടെ മാറ്റിയെഴുതുന്ന ഒരു സുപ്രധാന സൈനിക പരിഷ്കരണത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സംയോജിത തിയേറ്റർ കമാൻഡുകൾ അഥവാ തിയേറ്ററൈസേഷൻ എന്ന ഈ പദ്ധതി നിലവിലെ 3 സേനാ വിഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ കുടക്കീഴിലാക്കുന്നു. ഈ നീക്കം വെറുമൊരു സൈനിക കാര്യക്ഷമതയ്ക്ക് വേണ്ടി മാത്രമല്ല, പാകിസ്ഥാൻ പോലുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നിരന്തരമായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. പാകിസ്ഥാൻ അമേരിക്കയുമായി ചേർന്ന് സൈനികമായി കൂടുതൽ പദ്ധതികൾ ഒരുക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ പഴയ രീതിയിൽ തുടരുന്നത് അപകടകരമാണ്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ് ഇങ്ങനൊരു മാറ്റം. ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ മാറും. ആഗോള ശക്തിയായി വളരാനുള്ള ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന ചുവടുവെപ്പാണ് സംയോജിത തിയേറ്റർ കമാൻഡുകൾ അഥവാ തിയേറ്ററൈസേഷൻ എന്ന സൈനിക പരിഷ്കരണം. നിലവിൽ കരസേന, വ്യോമസേന, നാവികസേന എന്നീ 3 സേനാ വിഭാഗങ്ങൾക്കും പ്രത്യേകം ഓപ്പറേഷണൽ കമാൻഡുകളുള്ള രീതിക്ക് മാറ്റം വരുത്തി രാജ്യത്തിന്റെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് ഒരു ഏകീകൃത സൈനിക ഘടന സ്ഥാപിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ കാതൽ. ഈ പരിഷ്കരണം അനിവാര്യമായതിന്റെ പ്രധാന കാരണം ഭാവി യുദ്ധങ്ങളിൽ 3 സേനകളും ഒരുപോലെ പരസ്പരം ഏകോപനത്തോടെ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. പുതിയ സംവിധാനത്തിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് 2019 ബാലാക്കോട്ട് വ്യോമാക്രമണമാണ്. ആക്രമണം വിജയകരമായി വ്യോമസേന പൂർത്തിയാക്കിയെങ്കിലും അതിനുശേഷമുള്ള പ്രതിരോധ നടപടികൾ, അതായത് കരസേനയുടെ വിന്യാസവും അറബിക്കടലിലെ നാവികസേനയുടെ നിലയുറപ്പിക്കലും ഏകോപിതമായ ഒരൊറ്റ ഓപ്പറേഷണൽ പ്ലാനിന് കീഴിലായിരുന്നില്ല. ഇത്തരം പോരായ്മകൾ പരിഹരിച്ച് രാജ്യത്തിന്റെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് തിയേറ്റർ കമാൻഡുകൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ 3 സേനാ വിഭാഗങ്ങളെയും അവരുടെ വിഭവങ്ങളെയും നിർദ്ദിഷ്ട ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾക്ക് വേണ്ടി ഒരു ഏകീകൃത കമാൻഡ് ഘടനയിലേക്ക് സംയോജിപ്പിക്കുന്നതാണ് പദ്ധതി. ഓരോ കമാൻഡിനും ഒരു പ്രത്യേക ഭൂപ്രദേശം അനുവദിക്കും. നിലവിൽ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും 7 കമാൻഡുകൾ വീതവും നാവികസേനയ്ക്ക് 3 കമാൻഡുകളുമാണ് ഉള്ളത്. ഇത് കൂടാതെ ആൻഡമാൻ നിക്കോബാർ കമാൻഡ്, ഇന്ത്യയുടെ ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് എന്നിങ്ങനെ 2 3 സർവീസ് കമാൻഡുകളും നിലവിലുണ്ട്. ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായി 2019 4 സ്റ്റാർ ജനറൽ റാങ്കോടെ സംയുക്ത സൈനിക മേധാവി അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് SCDS എന്ന പദവി സൃഷ്ടിക്കുകയും പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ സൈനിക കാര്യ വകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ, അമേരിക്ക പോലുള്ള വൻ ശക്തിയുമായി ചേർന്ന് അണിയറയിൽ കൂടുതൽ പദ്ധതികൾ ഒരുക്കുമ്പോൾ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ സംയോജിത തിയേറ്റർ കമാൻഡുകൾ എന്ന സൈനിക പരിഷ്കരണം പ്രതിരോധ രംഗത്തെ വെറുമൊരു ഘടനാപരമായ മാറ്റമല്ല, മറിച്ച് ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു യുഗ പരിവർത്തനം കൂടിയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളെ നേരിടാൻ ഇന്ത്യയെ ഇത് സജ്ജമാക്കും. അസ്ഥിരതയുടെ രാഷ്ട്രീയം പിന്തുടരുന്ന പാകിസ്ഥാൻ തുടർച്ചയായ അതിർത്തിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും ഭീകരവാദത്തെ ഒരു നയമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ വേഗതയും കൃത്യതയും കൈവരിക്കേണ്ടത് അനിവാര്യമാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഏത് നീക്കങ്ങളെയും തകർത്തെറിയാൻ ഈ ഏകീകരണം നമ്മുടെ സൈന്യത്തിന് തന്ത്രപരമായ മുൻതൂക്കം നൽകും. നിലവിലെ സുരക്ഷാ ഭീഷണികളെ ഫലപ്രദമായി നേരിടാനും അതിർത്തിയിലെ സമാധാനം ഏകപക്ഷീയമായി ലംഘിക്കാൻ ശ്രമിക്കുന്നവരെ ശക്തമായി അടിച്ചമർത്താനും തിയേറ്ററൈസേഷൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.